സുഹൃത്തുക്കളെ, നമ്മൾ കോട്ടയത്തല്ലേ, എവിടെയാടാ? ഈരാറ്റുപേട്ട എത്തിയിരിക്കുകയാണ് അന്തുവിന്റെ പരിപാടിക്ക് വേണ്ടി. ഇതാണ് അന്തുവിന്റെ പരിപാടി നടക്കുന്ന വിജൃംഭിച്ച ഹോൾ. ഇതാ നോക്കൂ, വിദൂരതയിൽ ഡ്രിങ്ക്സും ഒരാൾ പൊറോട്ടയും അടിക്കുന്നു. എന്തൊക്കെയാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ? ഹലോ ഗുലേവക്കാവലി. താങ്ക് യു. തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വൈകുന്നേരമായി ഇങ്ങെത്തിയപ്പോൾ. മാഹിമച്ച ഇവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മച്ചാനെ നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അന്തൂരെ പരിചയമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇപ്പോൾ അവൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിഹാസ് ലവ് റുക്സാന. ഇതാണ് അവൻ്റെ ഒറിജിനൽ പേര്, ഷിഹാസ്. അത് എനിക്ക് മറന്നുപോയി ഗൈസ്. പണ്ട് നമ്മുടെ പോഡ്കാസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. ഹലോ, നൈസ് ടു മീറ്റ് യു എല്ലാവരെയും. എടാ മാഹിമച്ചാനെ കണ്ടാടാ സന്ദീപ്? ആണാ, നോക്കിട്ട് വരാം. എടാ സ്മോക്കി, സുഖമാണോടാ നിനക്ക്? എത്ര നാളായി കണ്ടിട്ട്? 2 വർഷം. നീ എനിക്കൊരു BMW ബൈക്ക് ഗിഫ്റ്റ് ആണ്. സെറ്റ് അല്ലേ? അപ്പൊ ആണോ? എന്താ ഫോട്ടോ എടുത്തു തരണോ? എന്റേതോ? ഇങ്ങനെ എടുത്തു തന്നാ മതിയോ? ഇങ്ങനെ എടുത്തു തന്നാ മതിയോ? നീ കൂടെ വേണോ? വേണ്ട, നീ വേണ്ടേ? ഇതാണോടാ ചെറിയ ചെക്കൻ? അവരെന്നെ കാട്ടി ഞാനും ഒരു കല്യാണം ഉടനെ കാണുവേ. ഇതൊക്കെ നോക്കി വെക്കാണ് സെറ്റപ്പുകളൊക്കെ. അടിപൊളി. പിന്നെ വിളിക്കാണ്ട് ഞാൻ വന്ന് വിളിക്കുന്നില്ല. സിംഗിൾ പൊസിംഗ് രോദനമൊന്ന്. ഗൈസ്, അൺഫോർച്ചുനേറ്റ്ലി മാഹിമച്ച ഇറങ്ങി ഇവിടെ നിന്ന്. കൊച്ചു കിടന്ന് കരഞ്ഞ് അങ്ങനെ ഞങ്ങൾ പറഞ്ഞൊരു 2 മിനിറ്റ് മുന്നേ ഇറങ്ങി. തലനാരിഴയ്ക്ക് മിസ്സായി നമുക്ക്. ഇവിടെ എന്നാടാ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കണത്? ആനമുട്ട പുൾസയ്യോ? ഇതിനെ കഷ്ണങ്ങളാക്കുമല്ലേ? ഓ എടാ, ഒരു കണ്ടമാനമുണ്ട്. അപ്പൊ തോരൻ ഉണ്ടാക്കാൻ പോണെന്നാണ് എനിക്ക് തോന്നണത്. ഇത് മസാല ദോശയോ? ആണല്ലേ, ഐറ്റങ്ങൾ കൂടുതൽ. ആരാ ഇത്? ആരാ? ഇവിടെ ഗ്രാൻഡ് ഫുഡ് ഡോസ്കി ആണല്ലോടാ. പൂരി പൊരിക്കുന്നു, പൊറോട്ട അടിക്കുന്നു, ബട്ടൂര അടിക്കുന്നു, ബട്ടൂര പരത്തുന്നു, ചായ കുടിക്കുന്നു. നമസ്കാരം. നമുക്ക് എന്തായാലും അകത്തോട്ട് വരാം. അവനെ കണ്ടിട്ട് വന്ന് ഫുഡ് കഴിക്കാം. പിന്നെ ആരടാ കല്യാണം വിളിച്ചത്? നിങ്ങൾ രണ്ടുപേരും എൻ്റെ +2 ആണ് ഗൈസ്. വരും ബോഡി ഗാർഡ്. കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് ആണെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. നല്ല നമ്മുടെ പ്രിയപ്പെട്ട കാർത്തിക് സൂര്യ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കാർത്തിക് സൂര്യക്ക് എത്രയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അത് നീ എല്ലാവരും വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഇനിയിപ്പോ എല്ലാവരും അറിയില്ല ഞാൻ വന്നത്. അപ്പൊ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തത് അതിൽ എന്താ ആവശ്യമായിരുന്നു? ഞാൻ ഒരു സൈഡിൽ കൂടെ പോവേലായിരുന്ന എന്നെ പറഞ്ഞ്. അതെയാ, ഹാപ്പി മാരീഡ് ലൈഫ്. മച്ചാൻ വരുന്ന നേരത്തെ പൊക്കളതല്ലേ? പോയി. ഹലോ, നൈസ് ടു മീറ്റ് യു. ഹാപ്പി മാരീഡ് ലൈഫ്. കാർത്തിക് സൂര്യ എന്നാണ് പേര്. ഒരു ചെറിയ വ്ളോഗറാണ്, ആങ്കർ ആണ്. ഇവരെ കൊണ്ടൊരു തരത്തിലെത്തൂലല്ലോ. പിടിച്ചേടാ. സൈഡിലൂടെ വരാൻ നോക്കിയപ്പോ പെട്ടെന്ന് അനൗൺസ്മെന്റ് ഒക്കെ നടക്കുന്നു. കാർത്തിക് സൂര്യ നടന്നു വരുന്നത്. ഹലോ, നമസ്കാരം. കാർത്തിക് സൂര്യ എന്നാണ് പേര്. ഒരു ബ്ലോഗറാണ്. ഒരു ചിരി ബമ്പർശ്ശേരി എന്ന് പറഞ്ഞ പ്രോഗ്രാമില് ആങ്കറിങ് ചെയ്യുന്നുണ്ട്. അയ്യോ പാവം. അന്തുവിനെ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്കറിയാം. മാഹിമച്ചാന്റെ ത്രൂവാണ് അന്തുവിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം അന്തു ആദ്യമായി വൈറലാവാൻ ഇടയായ വീഡിയോ കണ്ടു, കുടപ്പണത്തിന്റെ ഒരു എപ്പിസോഡ്. അതിനുശേഷം അന്തുവിന്റെ ഓരോ ഗ്രോത്തും ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമായി ഇപ്പോൾ ന്യൂസ് റീഡറായി. നല്ല പേഴ്സണാലിറ്റി, നല്ല അംബീഷനും ഉള്ള ഒരു അടിപൊളി ചെറുപ്പക്കാരൻ തന്നെയാണ് അന്തു. എന്തായാലും യു ആർ റിയലി ലക്കി. ഈ നിമിഷത്തിൽ ഇവരോട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഒരു നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ദം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്. എടാ, ഇത് അരവിന്ദ്, ഇത് സന്ദീപ്. സന്ദീപിനെ ഞാൻ അവിടെ ഒന്ന് വിളിച്ചായിരുന്നു. ഇല്ല, കുറച്ചു നേരം തന്നെ പോകുള്ളൂ. ഓക്കെ, ഫോട്ടോ എടുക്കട്ടെ ഗൈസ്. എന്തൊക്കെയാടാ ഹോട്ടൽ സെറ്റപ്പ് ഇല്ല? നിങ്ങൾ കൊണ്ടുവരും എനിക്ക്? ചിക്കൻ ബിരിയാണി ഉണ്ട്. ഓ, ആണോ? താങ്ക്സ്. നീ ഇതൊക്കെ കേട്ടോണ്ടിരിക്കാതെ ഇരിയടാ. നിനക്ക് എന്തൊരു വേണമെന്ന് പറഞ്ഞോട്.
ഓരോന്ന് വെച്ച് പറഞ്ഞേ. ആരടാ നീ? ആണോ? എന്താ എന്റെ പേര്? സൈജോ. ഹായ് സൈജോ. ആണല്ലേ? അടിപൊളി. കേട്ടോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോകാം ബ്രോ, നമ്മൾ കഴിക്കാം. മറ്റേ പാട്ട് പാടിയേക്കണം. പത്തല് പത്തല് കുട്ടിയും പത്തല് എത്തലും പത്തല് പത്തല് വീറാതെ. സെറ്റിംഗ് ഒക്കെ ഗ്രാൻഡ് ആയിട്ടുണ്ടല്ലേ? അല്ല അവിടെ കൊടുത്താൽ മതി. എനിക്ക് വേറെ ഞാൻ എടുത്തോളാം, ഇവരുടെ നിന്ന് എടുത്തോളാം. ആഹാ, അതുകൊണ്ടോ കപ്പ ഫിഷ് കറി? ഇവർക്ക് കുറച്ച് സ്നേഹം കൂടുതലാണോ എന്ന് സംശയം എന്നോട്. ഇതെല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ചിക്കൻ കൊണ്ടാട്ടം. ഓക്കെ ബ്രോ, താങ്ക് യു. എന്താ വരാത്തെ? വരൂ. ഓക്കെ, ഐറ്റങ്ങളൊക്കെ വരട്ടെ കേസ്. ഡയറ്ററി സംബന്ധമായ കുറച്ച് ഫുഡുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഡയറ്റിൽ പെടുത്താൻ പറ്റൂല, ഇത് ഡയറ്റിൽ പെടുത്താൻ പറ്റൂല, ബാക്കിയെല്ലാം ഡയറ്റ് സെറ്റാണ്. നിനക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. നിന്റെ തീറ്റ കണ്ടപ്പോഴും തോന്നി. എങ്ങനെയുണ്ടോ സന്ദീപ്? അവൻ ചിക്കനും ബീഫ് കുറുമയാ. പൊറോട്ടയും ബീഫ് കുറുമ. ചിക്കനും ബീഫ്, പൊറോട്ടയും ബീഫ് കുറുമ. ഓക്കെ. ആഹാ, പത്തിരിയും ബീഫും. പിന്നം ബീഫടാ. ചിക്കൻ കൊണ്ടാട്ടം. കുറച്ച് സ്വീറ്റായിട്ടുള്ള ഐറ്റം. കപ്പയും മീൻകറിയും. നല്ല ഫുഡ് ഗൈസ്, ഞങ്ങൾ കഴിക്കട്ടെ. ലെറ്റ്സ് ഡിഗ് ഇൻ ഗൈസ്. അത് ആരാ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? റോബിൻ ബ്രോ. ഹലോ, സുഖമാണോ? അതെ അതെ, എങ്ങനെ മനസ്സിലായി? സുഖമാണോ? അയ്യോ, സുഖമായിട്ടിരിക്കണം. അച്ഛനും അമ്മയൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും അവനും കൂടെ വന്നത്. മാഹിമച്ചൻ വന്നിട്ട് പോയി. ഞാൻ അല്ലല്ല, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്ന വഴിയാ. എന്തൊക്കെ ഉണ്ട് എത്ര കാലമായി കണ്ടിട്ട്. സുഖമായിട്ടിരിക്കണം. ഇഷ്ടപ്പെട്ടായിരുന്നോ? പൊളിക്കും നമ്മൾ. ബായോ, പരിചയപ്പെട്ടിട്ടില്ല ഞങ്ങള്. ഹലോ, നമസ്കാരം. കാർത്തിക് സൂര്യ. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? അതെ, ഞാനും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ജൂനിയർ ആയിരുന്നു. എന്തായാലും നൈസ് ടു മീറ്റ് കേട്ടോ. ഒരുപാട് സന്തോഷം കണ്ടതില്. രണ്ടുപേരും ഞാൻ കയറി കഴിച്ചു ഇറങ്ങി. ഓ എടോ, എന്തൊരു ചൂടടാ. ഓ എന്തൊരു സുഖം, എന്തൊരു സുഖം. കാറ്റ്. ഡോക്ടർ റോബിന എനിക്ക് തോന്നുന്നു. എടാ, നമ്മുടെ പോഡ്കാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് പുള്ളിയെ. സന്ദീപേ, എങ്ങനെയുണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളും ഒക്കെ? അച്ഛനെ ഒന്ന് പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞു. മാന്നാറിന്ന് യാതൊരു ഫാമിലി കാർത്തിയെ കാണാൻ വീട്ടിലവിടെ. ചുമ്മാ വീട്ടില്. മാന്നാർ എവിടെയാണ്? മാന്നാർ കോട്ടയം. മാന്നാർ. അയ്യോ, നമ്മൾ കോട്ടയത്ത് വെക്കല്ലേ? നമ്മൾ ഈരാറ്റുപേട്ട. അത് കോട്ടയത്തല്ലേ? നമ്മൾ കോട്ടയത്ത് വെക്കുക ഗൈസ്. മാന്നാർന്ന് ആരാണോ തോന്നുന്നു. ഞാൻ വിളിച്ചു നോക്കട്ടെ ഗൈസ് ഒന്ന്. വീഡിയോ കോളിലെങ്ങാനും കാണാമല്ലോ. നീ നെയ്പത്തല് കഴിച്ചല്ലേ? എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. നല്ല ഫുഡ് കേട്ടാ. ഞാൻ നോക്കിയപ്പോഴാടാ കഴിച്ചോണ്ടിരുന്നതിന്റെ ഇടയില് മറ്റേ ഒരു വലിയ ചുമന്ന ഫ്ലക്സ് വന്ന് അവരുടെ കേറ്ററിംഗിന്റെ പേര് കൊണ്ടുവന്ന് ഞാൻ ഇരുന്ന് ടേബിളിന്റെ നടുക്ക് വെച്ച് എന്താ ഇത്? അതൊരറ്റത്തിരുന്നോട്ടെ. എടാ, നീ നീലക്കോയിലെ കണ്ട? എവന്റെ വീഡിയോ എടുത്തോണ്ട് പോയി. എന്നിട്ട് പോണ ഒരു ക്യാപ്ഷൻ പറഞ്ഞു. എന്താ പറഞ്ഞ ക്യാപ്ഷൻ? കാർത്തിക് സൂര്യയുടെ വന്ന സുന്ദരനെ കണ്ടാൽ മനസ്സിലായോ? കാർത്തിക് സൂര്യയുടെ കൂടെ വന്ന സുന്ദരനെ മനസ്സിലായോ? അയ്യോ, ഇനി ഗൈസ് നമുക്ക് സുഹിത്തണ്ണനെ എടുക്കണം. സുഹിത്തണ്ണൻ നാട്ടിലോട്ട് വരണുണ്ട്. നാളെ നമുക്കൊരു ഇനോഗ്രേഷൻ ഉണ്ട് ശ്രീയായിരത്തപ്പോ. വീണ്ടും തൊട്ടടുത്താണ് ഗൈസ്. അവിടെ ഒരു ജ്വല്ലറിയുടെ ഇനോഗ്രേഷൻ ആണ്. അപ്പോൾ ഞാനും ലക്ഷ്മി നക്ഷത്രം കൂടെ ചേർന്നാണ് നടത്തുന്നത്. അപ്പോൾ അവിടെ പോണ വഴിക്ക്. അപ്പോൾ അതിന് സുഹിത്തണ്ണൻ വരണം എന്ന് പറഞ്ഞു. സുഹിത്തണ്ണനെ എടുക്കണം. പിന്നെ ഒരേ ഒരു വിഷമം ഇന്ന് വന്നതിൽ മായിമച്ചാനെ കാണാൻ പറ്റിയില്ലടാ. നമ്മളെ ഇങ്ങനെ മിസ്സായി പോയി. നമ്മളവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു കുയിലിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു മച്ചാൻ വീഡിയോ ഒരു ബൈറ്റ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പാർക്ക് ചെയ്ത് തിരിച്ചു വന്നപ്പോ മച്ചാൻ പൊക്കളെ ഞാൻ വിളിച്ചപ്പം നീലക്കുയില് വെള്ളക്കുയില് എല്ലാ കുയിലും ഉണ്ട്. ഇല്ല, നീലക്കുയിലുണ്ടല്ലോടാ. അവരെ ആദ്യ കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവര് ഒരുപാട് ട്രയൽ ആൻഡ് എററിന് ശേഷമാണ് അവ ഇപ്പൊ ഈ കാണുന്ന ഒരു റീച്ചിലോട്ട് പോകുന്നത്. തുടക്ക കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവനൊരു 25K സബ്സ്ക്രൈബേഴ്സ് എങ്ങാണ്ടായിരുന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് പരിചയമുണ്ട് അന്ന്.
1.2 മില്യൺ എന്തോ ആയിരുന്നു. എന്താ അല്ലേ, അത് കൺസിസ്റ്റൻസി ഉണ്ട്. ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ വാക്ക് അത് സീറോ ഫോളോയിങ് ആണ്, തിരിച്ചങ്ങോട്ട് അതെ അതെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗോസിപ്പ് ചാനലുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി ആദ്യം മൂവ് ചെയ്ത ആളാണ്. ആ കണ്ടന്റ് ഒക്കെ എല്ലാവർക്കും ദഹിക്കണമെന്നില്ല, എന്നാലും അത് എല്ലായിടത്തും ഉള്ളൊരു സാധനമാണ്. അയ്യോ ആരാ, എന്താ അമ്മേ, എന്താടാ ഇത്? പ്രധാന പയ്യ അതാണ്ട ഗൈസ്, ഇപ്പുറത്തൂടെ ഒരു വണ്ടി പോകണം, അപ്പുറത്തൂടെയാണ് പോവേണ്ടത്. ഓക്കെ, ഞങ്ങൾ ഇനി സുയിത്തറിനെ പൊക്കട്ടെ ഗൈസ്. ലെറ്റ്സ് ഗോ ടു എന്നിട്ട് ട്രിവാൻഡ്രം. ഹലോ അച്ഛാ, കണ്ടൂടെ ഇരുട്ട് അവിടെ, വെളിച്ചമുള്ള എവിടെയെങ്കിലും കൊടുക്കൂ. ആ ഓക്കെ ഓക്കെ. ഹലോ ഹലോ, നൈസ് ടു മീറ്റ് യു. എവിടെന്നാ എല്ലാരും? ഞാൻ കോട്ടയത്ത് നിൽക്കുവാ. ആണോ? ട്രിവാൻഡ്രം വന്നപ്പോ അങ്ങോട്ട് ഇറങ്ങിയതാണോ? എടാ നീ എന്നെ കാണാൻ വേണ്ടി വന്നതാണോ? അയ്യോടാ, എടാ ഞാൻ ജസ്റ്റ് മിസ്സായി പോയല്ലോടാ. ഞങ്ങള് എത്ര മണിക്ക് എത്തോടാ? ഒരു 11-12 മണി അടുപ്പിച്ചെങ്കിലും ആവും ചേട്ടാ. ഞങ്ങൾ ഏറ്റുമാനൂർ നിക്കുവാ. ഏറ്റുമാനൂരല്ലോ, ഈരാറ്റുപേട്ട നിക്കുവാ. ഹലോ ഹലോ ഹായ്. അങ്ങ് മാന്നാറിന് വന്നേന്നോ? അയ്യോടാ, അയ്യോ അയ്യോ എനിക്കവിടെ, ഞാൻ അവിടെ അയ്യോ താങ്ക് യു മക്കളെ, താങ്ക് യുടാ. പക്ഷെ അവിടെ ജസ്റ്റ് മിസ്സായി പോയല്ലോടാ. ബാക്കിൽ നിന്ന് ആരും അമ്മയാണോ പറഞ്ഞു തരുന്നത്? ഹലോ ആ എല്ലാ കാർത്തിക് സൂര്യയുടെ വീഡിയോസ് ആണ് എപ്പോഴും കാണുന്നത്. എപ്പോഴും കൊണ്ട് കാണിച്ചോണ്ടിരിക്കും, അമ്മ ഇത് അവിടെ ഇവിടെ വന്നപ്പോ തൊട്ട് കസിൻസിന്റെ വീട്ടിൽ വന്നതാണേ. അന്നേരം തൊട്ട് ഈ ചെല്ലമംഗലത്തിൽ പോണം പറഞ്ഞോണ്ടേ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അയ്യോടാ മക്കളെടാ, ജസ്റ്റ് മിസ്സറാ. അശോ, എന്താ നിന്റെ പേരെന്താ? എന്താടാ, കൃത്രിമോ? കൃത്തിവാസ്. നിന്റെ ആടാ, നീ ഇത് എവിടാ ഇത്? ആ ഇവിടെ ലൈറ്റ് ഉണ്ട്. ആ റൂമിനകത്ത് കയറി. ആ കിച്ചാന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സന്തോഷം കേട്ടോ എല്ലാരെയും കണ്ടതിൽ ഒരുപാട്. മധു. ആ മധു ഇല്ല, ആദ്യമായിട്ട് കേക്കുക. അതേന്ദ്ര, നല്ല പേര്. ആരാ പേരിട്ടെ? ആരാ പേരൊക്കെ ഇട്ടെ? മുരുകന്റെ അഷ്ടോത്തരത്തിൽ നിട്ട പേരാണ് അതേന്ദ്ര. എടാ ശിവന്റെ അഷ്ടോത്തരത്തിൽ നിട്ട പേരാണ് കൃത്തിവാസ്. അടിപൊളി. ഞാൻ ആദ്യമായിട്ട് കേൾക്കട്ടെ രണ്ടു പേരും. അടിപൊളി. മോളുടെ പേരോ? ദേവിയുടെ അഷ്ടോത്തരത്തിൽ ഇന്ദിര. ഐന്ദ്ര. ഓ, എല്ലാ കിടിലം പേരുകൾ കേട്ടോ. നമസ്കാരം 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 ചേച്ചി. ഒരുപാട് സന്തോഷം കേട്ടോ എല്ലാവരെയും കണ്ടതില്. പക്ഷെ റേഞ്ച് പോയി, ഞങ്ങൾ ട്രാവലിലായോണ്ടാണെന്ന് റേഞ്ച് പോകുന്നു. ആ ഇപ്പൊ അല്ലല്ല, ഞങ്ങളുടെ റേഞ്ച് പോകുന്നു. ഞങ്ങള് വണ്ടിയിലല്ലേ. വളരെ സന്തോഷം വിളിച്ചതില്. ആ ആ അച്ഛാ, എല്ലാരും കണ്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അച്ഛന്റെ കൊടുക്കും. അച്ഛൻ്റെ അച്ഛാ അവർക്കൊക്കെ ഒന്ന്, അച്ഛാ അവർക്ക് ഫുഡ് എന്തെങ്കിലും ഒക്കെ മേടിച്ചു കൊടുത്തിട്ടേ വിടാവേ. കഴിച്ചോ? ആ കുടിക്കാൻ. ആ ആ ശരി 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 ശരി. ഓക്കെ മക്കളെ, ബൈ ബൈ ഡാ, ബൈ ബൈ, ലവ് യു. ശരി, ടാറ്റ കേട്ടോ, ടാറ്റ. എന്റെ മോനെടാ, നീ നോക്കണേടാ സന്ദീപേ. എനിക്ക് ഇടുക്കി മാന്നാറാണോ? നീ എന്നെ വഴി തെറ്റിച്ചാണ്ടല്ലോടാ സ്ഥലം പറഞ്ഞിട്ട്. ഹേയ് സിറി, വേർ ഈസ് മാന്നാർ ലൊക്കേറ്റഡ്? മാന്നാർ എന്ന് പറയുന്നത് മാവേലിക്കര ആ ഒരു ഭാഗത്ത്. അപ്പൊ അതെവിടെയാടാ? ആലപ്പുഴയാണോ? ഓ ആലപ്പുഴ. ഓ ആ ഭാഗത്തുനിന്നാണ് കേട്ടോ. 3 കുട്ടികളുടെ പേര് ഇട്ടേക്കണ കേട്ടോടാ നീ. കിട്ടില്ല പേര് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ പേര് കേൾക്കുന്നത്. അടിപൊളി. അയ്യോ ഞാൻ ഇട്ടതായിപ്പോയി. ഓക്കെ ഗൈസ്, ഇനി സുയിത്തണ്ണനെ കണ്ടുപിടിക്കട്ടെ. സുയിത്തണ്ണൻ പാലായിലൂടെ പാലും കുടിച്ച് നടക്കുകയാണെന്ന് തോന്നുന്നു.
അയ്യോ ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി ഗൈസ്. ഇതാണ് ഇതിന്റെ ഒരു ഫോക്കസ് പ്രശ്നം ഗൈസ്. ഇനി നിങ്ങൾ സുഹിത്തേട്ടനെ കണ്ടുപിടിക്കട്ടെ. സുഹിത്തേട്ടൻ പാലായിലൂടെ പാലും കുടിച്ച് നടക്കുകയാണെന്നാണ് തോന്നുന്നത്. സുഹിത്തേട്ടനെ പൊക്കിയിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അണ്ണ എവിടെ അണ്ണാ? അണ്ണൻ പാലയിലിരിക്കുക. അണ്ണ എന്താ യക്ഷിയാണോ? മനോരമയിൽ അടിക്കുന്ന അത് നല്ല സാധനമായിരുന്നു. അണ്ണേ പാലയിൽ എവിടെ? അണ്ണ ലൊക്കേഷൻ ഇട്ടാണോ? മീനച്ചാറോ? മീനച്ചാറ് കഴിക്കാൻ അണ്ണ മീനച്ചാറിൽ നിന്ന് പാലമരത്തിന്റെ മണ്ടേ ഇരിക്കണമെന്ന് ചോദിച്ചത്. ഓ മീനച്ചലാറ് എനിക്ക് മനസ്സിലായേ ഇല്ല. ആ അപ്പൊ അണ്ണ ലൊക്കേഷൻ ഇട്. സന്ദീപിന് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ ഞങ്ങൾ ഇതാ വരുന്നു. എടാ പാലെന്താ ഈ സാധനം അല്ലായിരുന്നാടാ? മീനച്ചനാണെന്ന് പേരുള്ള ബാറാണ്. നീ പോയണെറുക. അണ്ണൻ മര്യാദക്ക് അവളോടെങ്കിലും നിൽക്കായിരിക്കും. അല്ലെങ്കിൽ മനുഷ്യന് വെറുതെ നടന്നാലും ചീത്തപ്പേരാണ്. അയ്യോ പാവ സുഹിത്തണ്ണെ പൊക്കിയിട്ട് നമുക്ക് പോവാം. ഷാസ് ലൈവിലാണ്. അവനൊരു ചെറിയൊരു സൂപ്പർ ചാറ്റ് ഒരു ഹായ് പറഞ്ഞു. സൂപ്പർ ചാറ്റ് പോവൂലേ? ഓ സൂപ്പർ ചാറ്റ് പോയാ എടുക്കുന്നേ പറ്റി എന്താ തള്ള അളിയ ഹാപ്പി സൺഡേ. ഇതാരിത്? കാർത്തിക് സൂര്യ ഓൺ ദ ലൈവ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. എടാ താങ്ക് യു കേട്ടടാ. സനീരെ ബർത്ത്ഡേ പരിപാടിയൊക്കെ നീ നല്ല അടിച്ചു പൊളിച്ച് സെറ്റ് ചെയ്തതിന് എന്റെ മനസ്സ് നിറഞ്ഞ സന്തോഷം മാത്രം. എനിക്കുണ്ടല്ലോ ഗൈസ് ആ വീഡിയോ അല്ലെങ്കിൽ സനിബ്രോയ്ക്ക് ആ സർപ്രൈസ് കൊണ്ട് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന്. ഇവൻ വിളിച്ച് ഇന്ന ദിവസം കൊണ്ട് ബർത്ത്ഡേ നമുക്ക് ഒരു ദിവസം മുന്നേ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെയോ ദിവസം അയച്ച പ്ലാൻ വർക്കൗട്ട് ആയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. എടാ എവിടെയാണാ സുഹിത്തണ്ണായി? കുറെ കാടും മലയൊക്കെ ഇറങ്ങി പോവാണെങ്കിൽ അണ്ണ ഇത് എവിടാ? ഇത് റിസോർട്ടിലാണെന്നാണ് പറഞ്ഞത്. ആണ് ഹോം സ്റ്റേയിലാ? ആഹാ കണ്ടുപിടിക്കട്ടെ ഗൈസ്. ഇത് എവിടെയാ ഞാൻ ഇറങ്ങിയേക്കണ? അണ്ണ ഇത് എവിടെയാ? നീ എല്ലായിടും ഉണ്ടല്ലോ. അല്ല ഇത് ഏത് സ്ഥലമാണ്? ആരാടാ? ഇത് ആരാ? അണ്ണ പമ്പ സെറ്റപ്പ്. എന്തിനാ പരിപാടി? ഇവിടെ ഒരു മധുരം വെപ്പ് നടക്കണം. മധുരം വെപ്പോ? എന്താ? അതായത് ഒരു ചടങ്ങാണ്, ഒരു ക്രിസ്ത്യൻ വെഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങ്. മധുരം വെപ്പ്, മൈലാഞ്ചി, അങ്ങനത്തെ ചടങ്ങുകൾ. ഓക്കെ ഓക്കെ അതാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് നിന്നെ വിളിക്കാത്ത രണ്ടാമത്തെ സ്ഥലം എന്നെയും. അല്ല ഇത് നിനക്ക് ഓൾറെഡി ഇൻവിറ്റേഷൻ ഉള്ള കാര്യം വെച്ചാൽ ഇവരുടെ വീട്ടിൽ നമ്മൾ ഒരിക്കൽ തങ്ങിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 2018 പോയിട്ടുണ്ടോ? നമ്മൾ നിക്കിന്റെ വീട്ടില് ചലഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന റൂട്ട് ഓർമ്മയുണ്ട്. ഓർക്കൊന്നുമില്ല? ഞാൻ ഓർക്കുന്നു. അയ്യോ കോപ്പിറൈറ്റ്. ഞാൻ പിന്നെ വരാം. എന്റെ മോൻ ഇത് വേറെ ലെവൽ വൈബ് സ്ഥലം കേട്ടാ. അങ്ങോട്ട് നോക്കിയടാ എന്തോരം LED ആണ് കിടക്കണേ. LED സീരിയൽ ലൈറ്റ്. സ്റ്റേജും കൊള്ളാം കേട്ടാ. മാളുവിന്റെ മധുരം വെപ്പ്. നമസ്കാരം. ആ ഓർക്കുന്നു. ഞാൻ പണ്ടൊരു വട്ടം തെറ്റിദ്ധരിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. അല്ലേ സെറ്റപ്പ്? ആരുടെ അടിപൊളി ഡാൻസ് ആണെന്ന് കേസ്. അടുത്തത് റോസ് പ്രത്യേകം പറയാൻ പറഞ്ഞു. അധികം ദിവസം സമയമൊന്നും കിട്ടില്ല പ്രാക്ടീസ്. നമുക്ക് ആ പ്രാക്ടീസ് ഇല്ലാതെ ഡാൻസ് കാണാം. golden sparrow നെഞ്ചില arrow എങ്ങനെയുണ്ടാ? മികച്ചൊരു നൃത്ത കലാലയം. ഏതോ ജില്ലയിൽ ഇത് കോട്ടയം ജില്ല. കോട്ടയം തന്നെയല്ലേ? പിള്ളേരെ കൊള്ളായിരുന്നു. ഡാൻസ് നല്ല ഡാൻസ് ആയിരുന്നു. സ്നേഹമുള്ളവരെ നല്ല ഡാൻസ് ആയിരുന്നു.
എന്തിനാ നമ്മുടെ ഈ റോസിനോട് ചോദിച്ചാൽ അവർക്ക് ബ്ലോഗുകളിൽ എന്താ എല്ലാം ഇന്ന് തരംഗമായി നല്ല മികച്ച dance നിലനിൽക്കുന്ന കാർത്തിക് സൂര്യ and also സുജിത് അവരെ ഏറെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ഹാർദമായി തന്നെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുകയാണ്. എന്തിനാ എന്നെ സ്വാഗതം ചെയ്ത്? ഹലോ നമസ്കാരം, 2 വാക്കായി. സുഖമാണോ എല്ലാവർക്കും? അപ്പൊ ഈ ചേട്ടനൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. അതോ നേരത്തെ കളിച്ച ഡാൻസിന്റെ ഹാങ് ഓവർ ആണോ? ആ പിള്ളേർ ഇത്രയും ഡാൻസ് കളിച്ചോണ്ട് നിങ്ങൾക്കൊന്നും ഒരു എനർജി ഇല്ലായിരുന്നല്ലോ, ഒരു കയ്യടി പോലും കണ്ടില്ല. കയ്യടിക്കാൻ അറിയാവുന്ന നോക്കേണ്ടത് കയ്യടിച്ചാലും ചോദിച്ചു മേടിക്കേണ്ട അവസ്ഥയായി ഇപ്പൊ കയ്യടിയൊക്കെ. ഞാൻ എല്ലായിടത്തും പോയി ഇങ്ങനെ ഒന്ന് പുഴുങ്ങുന്നത്. അതോടൊപ്പം തന്നെയുണ്ട് മനോഹരമായ ഒരു വ്ലോഗ് ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ചാനൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫുഡ് കഴിക്കാൻ ഗ്യാപ്പില്ല ഗൈസ് വയറില്. വേണമെങ്കിൽ ഒരു ബലൂൺ വാങ്ങിച്ചു തരാം നിങ്ങൾക്ക്. ഒരു ബലൂൺ എനിക്കൂടെ തരുവണ്ണ. ഹലോ നമസ്കാരം. ബലൂൺ മേടിക്കാൻ വന്നതാണോ? ഇത് ഈ പിള്ളേർ ഇവിടെ നിന്ന് വാങ്ങിക്കൂലായിരുന്നോ? എടാ നീ അതുകൊണ്ട് പൊങ്ങി പോവുമല്ലോടാ ചെറുക്ക. ഇപ്പൊ ഗൈസ് എനിക്ക് ബലൂൺ കിട്ടി. ഓ ഭാഗ്യം. അന്ന് വീട്ടിൽ വന്ന ഓർമ്മയുണ്ടോ? ഭാഗ്യം. ഇതാരാ? സെറ്റ്. അപ്പൊ അറിയാന്നുള്ള കല്യാണം തന്നെ. ഹാപ്പി മാരീഡ് ലൈഫ്. ഗിഫ്റ്റ്. ഞങ്ങൾ കുറച്ചേരോടെ പുഴുങ്ങട്ടെ ഗൈസ്. ഗൈസ് ഒരു പ്രതീക്ഷയില്ലാതെ വന്ന ഒരു മധുരം കൊടുപ്പ്. അണ്ണാ ഇതൊക്കെ എങ്ങനെ നടക്കണം എന്നാണ് ഞാൻ. സന്ദീപ് വല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നാടാ? കിണ്ണ ഫുഡ്, കിടില ആൾക്കാര്, ഭയങ്കര സ്നേഹമുള്ള മനുഷ്യര്. ഞാൻ ഒരു പ്രാവശ്യമേ പുള്ളിക്കാരനെ കണ്ടിട്ടുള്ളെങ്കിലും എന്ത് കാര്യമായിട്ടാണ് നോക്കിയതറിയാവോ? അണ്ണാ പൊളിച്ചടുക്കി. നമുക്കിനി വീട്ടിലോട്ട് പോയാലോ? അണ്ണാ അച്ഛന്റെ മുമ്പിൽ ചെന്ന് ചാടണ്ട കേട്ടോ. എനിക്കറിയാമല്ലോ. ഓക്കെ. അറിയാവുന്ന മാത്രമല്ല, പുള്ളി കണ്ണുപോലും தெரியாத അതെ അണ്ണൻ അത് കിട്ടി നല്ല എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത്. എന്തിനാ ഇതെല്ലാം കാണും കേട്ടോ. ഒരു കോൾ മാമൻ പറഞ്ഞോട്ടെ, ഞാൻ മാവേലിക്കരുണ്ട്, പെട്ടെന്ന് നീ ഒന്ന് വീട് വരെ പറഞ്ഞു. ഇനി അതല്ല, പുള്ളി വിളിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷെ പുള്ളിയുടെ കൺസേൺസ് ആണ് ഈ കാണിക്കുന്നത്. അതെ അതെ, ഈ ദേഷ്യം കാണിക്കുന്നത് ഇപ്പൊ നാട്ടുകാരോട് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, എന്നോട് ദേഷ്യം കാണിക്കാൻ പറ്റും. അത് എനിക്ക് സ്നേഹമുള്ള അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷെ അത് ചേട്ടനും അറിയാം, എനിക്കും അറിയാം. സ്നേഹമുള്ളടത്ത് മാത്രമേ ദേഷ്യം കാണിക്കൂ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നൊരു റിസപ്ഷൻ അറ്റൻഡ് ചെയ്തു, ഒരു മധുരം കൊടുപ്പ് അറ്റൻഡ് ചെയ്തു. അലുവ പരിവള പോർക്ക് കഴിച്ചില്ലേ? ഞാൻ ആദ്യമായിട്ട് പോർക്ക് കഴിച്ചു. എടാ നല്ല സാധനമല്ലായിരുന്നു, നല്ല സാധനമായിരുന്നു. ഇനി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. എത്ര ദിവസം എന്റെ വീട് കണ്ടിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു അവർ ഹോം. ഇനി ഞാൻ വണ്ടി കിടന്നുറങ്ങട്ടെ ഗൈസ്. രാവിലെ 6 മണിക്ക് നമുക്ക് എഴുന്നേറ്റ് വർക്കൗട്ട് ഉള്ളതാണ്. ഓ മൈ ഗാഡ്, വീട്ടിലോട്ട് പോട്ടെ. എൻ്റെ പൊന്നോ, അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം രാത്രി 1 മണിയായപ്പം ഞാൻ വീട്ടിൽ എത്തി ഗൈസ്. ഗുഡ് നൈറ്റ്. നാളെ രാവിലെ നമുക്ക് ഉദ്ഘാടനമുണ്ട്. വണ്ടി കിടന്ന് നല്ല ഉറക്കമായിപ്പോയി ഗൈസ്. അപ്പോൾ നാളെ കാണാം. ലവ് യു. ബൈ ബൈ.